ങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്താൽ തീരാത്ത വിരോധം, അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും ഇടുക്കിയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൂടി ജനാധിപത്യ മതേതര വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ശരി എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് 1,00,000-ലധികം വരുന്ന വലിയ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാം വട്ടവും വിജയിച്ചു വരാൻ കാരണമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ കലവറയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണച്ചത്. തീർച്ചയായും ഐക്യമുന്നണിയാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരുമിച്ചൊരു കൂട്ടായ്മയായി മാറിക്കൊണ്ട് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതൊരു തുടർച്ചയായി ഇനി അങ്ങോട്ടുണ്ടാകും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാർ, ഞാൻ ആരുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല, ഇവിടെ ഇന്ന് ഈ കൗണ്ടിംഗ് ഹാളിലുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്താത്ത ബഹുമാന്യരായ നേതാക്കന്മാരുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ 40-45 ദിവസക്കാലത്തെ അക്ഷീണമായ പ്രയത്നമായിരുന്നു UDFിൻ്റെ ഓരോ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി ഈ തെരഞ്ഞെടുപ്പിൽ അണിനിരുന്നു. 1315 ബൂത്തിലെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയായ മുഴുവൻ ആളുകൾക്കും ഞാൻ ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരിയായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി 8,40,000-ലധികം വരുന്ന ആളുകൾ അവരർപ്പിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്നും എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയാണ്. ഏത് ഘട്ടത്തിലും ഈ നാട്ടിലെ ഏതൊരാളോടുമൊപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ അടുക്കൽ വരുന്ന ഏതൊരാൾക്കും അവരോടെല്ലാം തുല്യമായ പരിഗണന വെച്ചുകൊണ്ട് എങ്ങനെയാണോ ഐക്യ ജനാധിപത്യ